അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബൊയൻസി അല്ലെങ്കിൽ പ്ലവക്ഷോഭ ബലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, എല്ലാവർക്കും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറയാം. നമ്മൾ പറഞ്ഞായിരുന്നു, ഏതൊരു ഫ്ലൂയിഡിനകത്തും ഏതൊരു ദ്രവത്തിലും നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഒരു വസ്തുവിനെ മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ ആ ഫ്ലൂയിഡ് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും, ആ ദ്രവം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഇങ്ങനെ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷോഭ ബലം അഥവാ ബൊയൻസി. ഈ ബൊയൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഇക്വേഷൻ കൊണ്ടുവന്നായിരുന്നു. ബൊയൻസി കണ്ടുപിടിക്കാൻ കൊണ്ടുവന്ന ഇക്വേഷൻ ഇതാണ്. നിങ്ങൾ ഏത് വസ്തുവിന്റെ ബൊയൻസി ആണോ കണ്ടുപിടിക്കേണ്ടത് ആ വസ്തുവിന്റെ എയറിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കുക, വായുവിലെ ഭാരം കണ്ടുപിടിക്കുക. അതിനുശേഷം ഏത് ഫ്ലൂയിഡിലെ ബൊയൻസി ആണോ വേണ്ടുന്നത് ആ ഫ്ലൂയിഡിൽ ആ വസ്തുവിനെ മുക്കി വെച്ച ശേഷം അവിടുത്തെ വെയിറ്റ് ഭാരവും കണ്ടുപിടിക്കുക. ആ ഭാരങ്ങൾ അല്ലെങ്കിൽ വെയിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു ബൊയൻസി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിത് ഈ പേനയുടെ ബൊയൻസി എത്ര ആണെന്ന് കണ്ടുപിടിക്കണം, പ്ലവക്ഷോഭ ബലം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഈ പേനയുടെ എയറിലെ ഭാരം, സ്പ്രിംഗ് ബാലൻസിന്റെ സഹായത്തോടെ എയറിലെ ഭാരം വെയിറ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം എനിക്ക് വെള്ളത്തിലിടുമ്പോഴുള്ള ബൊയൻസിയാണ് വേണ്ടുന്നതെങ്കിൽ ഈ പേനയെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട ശേഷം അവിടുത്തെ വെയിറ്റും കണ്ടുപിടിക്കണം. ഈ എയറിലെ വെയിറ്റും ആ വെള്ളത്തിലെ വെയിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് അവരുടെ ബൊയൻസി. ശരിയല്ലേ? ഈ കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു ചോദ്യം ചോദിച്ചായിരുന്നു നിർത്തിയത്. എന്തായിരുന്നു? ഈ പേനയ്ക്ക് എല്ലാ ദ്രവങ്ങളിലും എല്ലാ ഫ്ലൂയിഡിലും ബൊയൻസി ഒരേപോലെയാണോ? ഫോർ എക്സാമ്പിൾ, ഈ പേനയുടെ വാട്ടറിലെ ബൊയൻസി തന്നെയാണോ കെറസിൻ, മണ്ണെണ്ണയിൽ? ഈ പേനയുടെ കെറസിനിലെ ബൊയൻസി തന്നെയാണോ സ്പിരിറ്റിൽ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എല്ലാ ഫ്ലൂയിഡിലും ബൊയൻസി ഒരേപോലെയാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെയാണ്, ഒരിക്കലും സെയിം അല്ല. ഈ പേനയ്ക്ക് വെള്ളത്തിൽ എന്താണോ ബൊയൻസി അത് ഒരിക്കലും വെള്ളത്തിലെ ബൊയൻസി ആയിരിക്കത്തില്ല പെട്രോളിനകത്ത്. പെട്രോളിലെ ബൊയൻസി പ്ലവക്ഷോഭ ബലം ആയിരിക്കത്തില്ല ഡീസലിനകത്ത്. അതായത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രവം മാറുന്നതനുസരിച്ച് ബൊയൻസി അല്ലെങ്കിൽ പ്ലവക്ഷോഭ ബലവും ഒരേ വസ്തുവിന്റെ ആണെങ്കിലും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, മാറും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പുസ്തകത്തിൽ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ആ പുസ്തകത്തിലെ എക്സ്പെരിമെന്റിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരു എക്സ്പെരിമെന്റ് നമുക്ക് പറയാം. എല്ലാവരും മുട്ടയുണ്ടല്ലോ, മുട്ട, കോഴിമുട്ട. അപ്പോൾ നല്ലൊരു കോഴിമുട്ട എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ആ കോഴിമുട്ട ആ ഗ്ലാസ്സിലെ വെള്ളത്തിനകത്തേക്ക് ഇടുക. അപ്പോൾ നമുക്ക് കാണാം ആ മുട്ട എന്ത് ചെയ്യും? മുങ്ങിപ്പോകും. ശരിയല്ലയോ? നല്ല മുട്ടയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യും? മുങ്ങിപ്പോകും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗ്ലാസ്സിലെ വെള്ളം, നേരത്തെ എടുത്ത ആ ഗ്ലാസ്സിലെ വെള്ളത്തിനകത്ത് മുട്ട എടുത്ത് മാറ്റുക. മാറ്റിയതിന് ശേഷം ആ ഗ്ലാസ്സിലേക്ക് നിങ്ങളൊരു 3-4 സ്പൂൺ വേണ്ട, ഒരു 2-3 സ്പൂൺ, 3 സ്പൂൺ മതി, 3 സ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയിട്ട് ഇതേ മുട്ട വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആ വെള്ളത്തിലേക്ക് ഇടുക. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം ആദ്യത്തെ പോലെ ഈ പറഞ്ഞ മുട്ട എന്ത് ചെയ്യത്തില്ല? മുങ്ങിപ്പോകത്തില്ല. ആ മുട്ട ചെറുതായിട്ട് പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മൾ ഇട്ടപ്പോൾ മുട്ട എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ അതേ മുട്ട തന്നെ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുട്ട എന്ത് ചെയ്യത്തില്ല? മുങ്ങിപ്പോകത്തില്ല. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യും, അതിങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ എന്താണ് അവിടെ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഏതൊരു വസ്തുവിന്റെയും വെയിറ്റ്, ഭാരം, അതിന്റെ ദിശ എങ്ങോട്ടേക്കാണ്? താഴേക്കാണ്. ശരിയല്ലേ? ബൊയൻസി അല്ലെങ്കിൽ പ്ലവക്ഷോഭ ബലം എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. അപ്പൊ നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു മുട്ട ഇട്ട സമയത്ത് ആ മുട്ട നേരെ അങ്ങ് വെള്ളത്തിനടിയിലേക്ക് പോയി. അതിന്റെ അർത്ഥം അവിടെ മുട്ടയുടെ വെയിറ്റ്, ഭാരം കൂടുതലാണ്. മുകളിലേക്കുള്ള പ്ലവക്ഷോഭ ബലം, ബൊയൻസി എന്താണ്? കുറവാണ്. ശരിയല്ലേ? രണ്ടാമത് ഞാൻ ചെയ്തത്, ഈ പറഞ്ഞ വെള്ളത്തിനകത്തേക്ക് ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്ത ശേഷം ഇതേ മുട്ട ഒന്നുകൂടി ഇട്ട സമയത്ത് നമ്മൾ കണ്ട കാര്യം, ആ മുട്ട എന്ത് ചെയ്തില്ല? താഴ്ന്നു പോയില്ല. അതെന്ത് ചെയ്തു? പൊങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പൊ അത് താഴ്ന്നു പോകുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവരുടെ ഭാരം അവിടെ കുറവായി. അതായത് മുകളിലേക്കൊരു ബലം അവിടെ കിട്ടി. മുകളിലേക്ക് കൊടുക്കുന്ന ആ ബലമാണെന്ത്? ബൊയൻസി. അപ്പൊ ബൊയൻസി ഇവിടെ കൂടാൻ കാര്യം നമ്മൾ അതിനകത്തേക്ക് ഉപ്പ് ചേർത്തോണ്ടല്ലയോ? ഉപ്പ് ചേർത്തപ്പോൾ ആ ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുതലാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സാധാരണ ജലം, ശുദ്ധജലവും ഉപ്പുവെള്ളവും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിന് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ ഫാക്ടർ ആണ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, അതായത് ദ്രവത്തിന്റെ സാന്ദ്രത. അപ്പോൾ പ്ലവക്ഷോഭ ബലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ ആണ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അഥവാ ദ്രവത്തിന്റെ സാന്ദ്രത. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നും നമ്മളിപ്പോൾ കണ്ടു.
അതായത് ഉപ്പുവെള്ളത്തിന് എന്ത് കൂടുതലാണ്? ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താ ഡെൻസിറ്റിക്ക് മലയാളം സാന്ദ്രത. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെ ഡെൻസിറ്റി കൂടിയപ്പോൾ ഇവരുടെ ബൊയൻസി അല്ലെങ്കിൽ പ്ലവക്ഷോബലവും കൂടുതലായിട്ട് കണ്ടു. അതുകൊണ്ട് ഈ മുട്ട എന്ത് ചെയ്തു? പൊങ്ങിക്കിടക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. പറഞ്ഞത് ക്ലിയർ ആണേ? ശരി. ഇനി നമുക്ക് ആ ടെക്സ്റ്റിലെ എക്സ്പെരിമെന്റ് നോക്കാം. ടെക്സ്റ്റിലെ എക്സ്പെരിമെന്റിൽ പറയുന്നത് അവിടെ ഒരു ബീക്കർ, 3 ബീക്കർ ഉണ്ട്. 3 ബീക്കറിനകത്ത് ഒന്നിനകത്ത് വെള്ളം, മറ്റേതിനകത്ത് കെറസിൻ, മൂന്നാമത്തിനകത്ത് സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം. ഇങ്ങനെ 3 പേരെ എടുത്തിട്ടുണ്ട്. 3-നകത്ത് നമ്മൾ ഒരേ മെറ്റീരിയൽ ഇടുന്നു. ഒരേ മെറ്റീരിയൽ ഇട്ടപ്പോൾ നിങ്ങൾ അതിനകത്ത് കണ്ടു 3 പേരുടെയും ഡെൻസിറ്റി കമ്പയർ ചെയ്തൊരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. ആ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്ലവക്ഷോബലം ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ എടുത്തതിൽ വെച്ചിട്ട് ഉപ്പുവെള്ളത്തിനാണ്. അതിൽ കുറവാണ് പ്യുവർ വാട്ടറിൽ, ഏറ്റവും കുറവാണ് കെറസിൻ, മണ്ണെണ്ണയ്ക്ക്. അപ്പോൾ ഡെൻസിറ്റി ഏറ്റവും കുറവ് കെറസിൻ, മണ്ണെണ്ണയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ബൊയൻസി എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ കെറസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയിലായിരിക്കും. ഇനി ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഈ 3 പേരിൽ സോൾട്ട് വാട്ടറിനാണ്, ഉപ്പുവെള്ളത്തിനാണ്. അതുകൊണ്ട് തന്നെ ബൊയൻസി ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ആർക്കാണ്? സോൾട്ട് വാട്ടറിലാണ്. ഒരേ മെറ്റീരിയലാണ്, ഒരേ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്: ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, പ്ലവക്ഷോബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ദ്രവത്തിന്റെ സാന്ദ്രത. നമ്മൾ പറഞ്ഞത് ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ഫാക്ടറാണ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്, ഒരു വസ്തുവിന്റെ വ്യാപ്തം. വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. എന്താണ് ഈ വോളിയം ഉദ്ദേശിക്കുന്നത്? വോളിയം, വ്യാപ്തം, വോളിയം. ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തുവിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു വസ്തു ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ്, അതിനെ വിളിക്കുന്ന പേരായിരുന്നു വോളിയം. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ 1 കിലോഗ്രാം മാസുള്ള ഒരു അയൺ ബ്ലോക്ക് എടുക്കുന്നു. 1 കിലോഗ്രാം മാസുള്ള അയൺ ബ്ലോക്ക്. അതേപോലെ 1 കിലോഗ്രാം മാസുള്ള ഒരു വുഡൻ ബ്ലോക്ക്, തടിക്കഷ്ണവും എടുക്കുന്നു. ഇപ്പോൾ രണ്ടുപേരുടെയും ഭാരം അല്ലെങ്കിൽ മാസ് ഒന്ന് തന്നെയാണ്. എത്ര? 1 കിലോഗ്രാം. പക്ഷേ രണ്ടുപേരുടെയും വലിപ്പം നിങ്ങളൊന്ന് ഗസ് ചെയ്താൽ മതി. 1 കിലോഗ്രാം ഭാരമുള്ള കട്ടി ഉണ്ടല്ലോ, നമ്മൾ ത്രാസിനകത്തൊക്കെ വെക്കുന്ന കട്ടി. അതേപോലെ 1 കിലോഗ്രാം ഭാരമുള്ള ഒരു തടിക്കഷ്ണവും ആലോചിച്ച് നോക്കുക. രണ്ടുപേരുടെയും വലിപ്പം ഒരേപോലെ ആയിരിക്കൂ? ഒരിക്കലും അല്ല. വലിപ്പം കൂടുതൽ ആർക്കാണ്? ഈ തടിക്കഷ്ണത്തിനാണ്. രണ്ടുപേരുടെയും ഭാരം തുല്യമാണെങ്കിലും തടിക്കഷ്ണത്തിന് എന്ത് കൂടുതലാണ്? വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തടിക്കഷ്ണം വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് തടിക്കഷ്ണം എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. അതേസമയം ഈ വുഡൻ ബ്ലോക്ക്, ഈ പറഞ്ഞ അയൺ ബ്ലോക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? സിങ്ക് ചെയ്യും, അല്ലെങ്കിൽ താന്നു പോകും. അപ്പോൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആക്കുക. രണ്ടുപേരുടെയും മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഇവിടെ സെയിം ആണ്, പക്ഷേ രണ്ടുപേരുടെയും വോളിയത്തിലാണ് ഡിഫറൻസ്. ഇപ്പോൾ വോളിയം കൂടുതൽ അല്ലെങ്കിൽ വ്യാപ്തം കൂടുതലുള്ളതാണ് നമ്മുടെ തടിക്കഷ്ണം അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക്. ഇനി വോളിയം കുറവുള്ളതാണ് ആര്? നമ്മുടെ അയൺ ബ്ലോക്ക്. ഇതിൽ വുഡൻ ബ്ലോക്ക് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുകയും പൊങ്ങിക്കിടക്കുകയും അയൺ ബ്ലോക്ക് എന്ത് ചെയ്യും? സിങ്ക് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരാൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ബൊയൻസി കൂടുതലായിട്ട് എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്ത രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്ന് മനസ്സിലായി? വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്, അതായത് വസ്തുവിന്റെ വ്യാപ്തം. ഈ വോളിയം കൂടുന്നതനുസരിച്ച് ബൊയൻസിയും അല്ലെങ്കിൽ പ്ലവക്ഷോബലവും എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു? കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൊയൻസി? പ്ലവക്ഷോബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? നോട്ട് ചെയ്ത് പോകണം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൊയൻസി? ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്ലവക്ഷോബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൊയൻസി. ഒന്ന്, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. മൊത്തം പറയണം. ഡെൻസിറ്റി, വോളിയം എഴുതിയാൽ പോരാ. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ദ്രവത്തിന്റെ സാന്ദ്രത. 2, വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിന്റെ വ്യാപ്തം. 1 ദ്രവത്തിന്റെ സാന്ദ്രത, ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. 2 വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനി ഇവരെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. എന്താ? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൊയൻസി ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബൊയൻസി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. ദ്രവത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തവും. സാന്ദ്രത അല്ലെങ്കിൽ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷോബലം കൂടുന്നു. ഓക്കെ. ഇനി ഇവിടുന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഒരു ഷിപ്പ്, ഒരു കപ്പൽ ഫ്രഷ് വാട്ടറിൽ നിന്നും ഓഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ശുദ്ധജല തടാകത്തിൽ നിന്നും സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ത്? ഒരു ഷിപ്പ് അല്ലെങ്കിൽ കപ്പൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ആ ഷിപ്പ് അല്ലെങ്കിൽ കപ്പൽ കൂടുതൽ പൊങ്ങി നിൽക്കുമോ അല്ലെങ്കിൽ കൂടുതൽ താഴ്ന്നു പോകുമോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രഷ് വാട്ടറിൽ നിന്നും, ശുദ്ധജല തടാകത്തിൽ നിന്നും ഓഷനിലേക്ക് നീങ്ങുന്ന ഒരു ഷിപ്പ്, കപ്പൽ. അപ്പോൾ അത്
ഓഷനിലേക്ക് കയറുന്ന സമയത്ത് കൂടുതൽ പൊങ്ങി നിൽക്കുമോ അതോ കൂടുതൽ താഴുമോ, സിങ്ക് ചെയ്തു പോകുമോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ രണ്ടിടത്തെയും ഡെൻസിറ്റി ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഫ്രഷ് വാട്ടറിലെ വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മുടെ ഓഷ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമുദ്രമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഡെൻസിറ്റി കുറവാണ്. കാര്യം ഓഷ്യനിൽ സാൾട്ടിൻ്റെ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെൻസിറ്റി, വാട്ടർ ഡെൻസിറ്റി അല്ലെങ്കിൽ ദ്രവത്തിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും കൂടുതലായിരിക്കും. എന്നാൽ ഫ്രഷ് വാട്ടറിലെ ഡെൻസിറ്റി എന്താണ്? കുറവാണ്. അപ്പോൾ നമ്മുടെ ഷിപ്പ് എൻ്റർ ചെയ്യുന്നത് ഫ്രഷ് വാട്ടറിൽ നിന്നും ഓഷനിലേക്കാണ്. അതായത് ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന്, സാന്ദ്രത കുറഞ്ഞിടത്ത് നിന്ന് ഡെൻസിറ്റി കൂടിയിടത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? കപ്പൽ അല്ലെങ്കിൽ ഷിപ്പ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പോൾ ഡെൻസിറ്റി കുറവുള്ളിടത്ത് ബോയൻസി എന്താണെന്നാണ് പഠിച്ചേ? കുറവായിരിക്കും. ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് ബോയൻസി എന്താണ്? കൂടുതലാണ്. ശരിയല്ലേ? ബോയൻസി എന്ന് വെച്ചാൽ മുകളിലേക്കുള്ള ബലമല്ലയോ? അപ്പോൾ ഫ്രഷ് വാട്ടറിൽ നിന്നും ഓഷനിലേക്ക് കപ്പൽ കയറുന്ന സമയത്ത് ഓഷനിലെ ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് ബോയൻസി കൂടുതലാണ്. ഈ കപ്പൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് പൊങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കപ്പൽ ഓഷനിലേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ എങ്ങനെയാണോ കിടന്നത് അതിനെക്കാട്ടി ചെറുതായിട്ടൊന്ന് പൊങ്ങിയായിരിക്കും എവിടെ നിൽക്കുന്നത്? ഓഷനിൽ നിൽക്കുന്നത്. ഇതേപോലെ തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു കപ്പൽ ഓഷനിൽ നിന്നും എങ്ങോട്ടേക്ക് കയറുന്നു? ഫ്രഷ് വാട്ടറിലേക്ക് കയറുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കപ്പൽ കൂടുതൽ ഉയരുമോ അല്ലെങ്കിൽ കൂടുതൽ താഴുമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് ഓഷനിൽ നിന്നും ഫ്രഷ് വാട്ടറിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ടുപേരുടെയും ഡെൻസിറ്റി കമ്പയർ ചെയ്യുക. ഓഷ്യൻ അല്ലെങ്കിൽ സമുദ്രത്തിന് സാന്ദ്രത, ഡെൻസിറ്റി കൂടുതലാണ്, വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. ഫ്രഷ് വാട്ടറിനെ സംബന്ധിച്ച് അവരുടെ ഡെൻസിറ്റി എന്താണ്? കുറവാണ്. അപ്പോൾ സാന്ദ്രത കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കാണ് എന്ത് ചെയ്തത്? കപ്പൽ മൂവ് ചെയ്തത്. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് ബോയൻസി, സാന്ദ്രത കൂടുതലുള്ളിടത്ത് പ്ലോക്ഷണ ബലം കൂടുതൽ, കുറവുള്ളിടത്ത് ഡെൻസിറ്റി കുറവുമാണ്. അപ്പോൾ കൂടുതൽ നിന്നും കുറവിലേക്കല്ലേ വന്നേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ബോയൻസി എന്ത് ചെയ്യും? കുറയും. ബോയൻസി കുറയുമ്പോൾ ഈ കപ്പൽ കുറച്ചുകൂടെ എന്ത് ചെയ്യും? താഴും. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ളിടത്ത് ബോയൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ നിന്നും ഓഷനിലേക്ക് കയറുന്ന സമയത്ത് ഈ ഷിപ്പ്, കപ്പൽ ചെറുതായിട്ട് എന്ത് ചെയ്യും? ഒന്ന് പൊങ്ങും. ഇനി തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത്, അതായത് ഓഷനിൽ വാട്ടറിന് ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലാണ്, ഫ്രഷ് വാട്ടറിൽ ഡെൻസിറ്റി, സാന്ദ്രത കുറവാണ്. അപ്പോൾ കൂടുതൽ നിന്നും കുറവിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ബോയൻസി ചെറുതായിട്ട് കുറയുകയും അപ്പോൾ ഈ ഷിപ്പ് കുറച്ചുകൂടെ എന്ത് ചെയ്യുകയും ചെയ്യും? താഴുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. ക്ലിയർ ആണോ? ആ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറയാം. ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്ത രണ്ട് ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ദ്രവത്തിന്റെ സാന്ദ്രത. രണ്ട് വോളിയം ഓഫ് ദ ഓബ്ജക്റ്റ്, വസ്തുവിന്റെ വ്യാപ്തം. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. ആർക്കിമിഡീസ് തത്വം. അപ്പോൾ അത് വരുന്നതിന് മുമ്പിട്ട് നമ്മൾ ബോയൻസി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ പ്ലോക്ഷണോബലം കണ്ടുപിടിക്കാൻ ഒരു മാർഗം നമുക്കറിയാം. വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ഫ്ലൂയിഡ്, അല്ലേ? വായുവിലെ ഭാരം മൈനസ് ദ്രവത്തിന്റെ ഭാരം. അതാണ് നമ്മൾ ബോയൻസി കണ്ടുപിടിക്കാൻ പഠിച്ച ഇക്വേഷൻ. ഈ ഇക്വേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിൽ നമുക്ക് ബോയൻസി കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗം ആദ്യമായി കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് നമ്മുടെ ആർക്കിമിഡീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കാം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കഥയൊക്കെ ഉണ്ട്. ഒരു കഥ ഇങ്ങനെയാണ്. ഒരു രാജാവ്, ആർക്കിമിഡീസ് ഇറ്റലിയിലെ ഒരു രാജാവ്, ഹെറോൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പുതുതായിട്ടൊരു കിരീടം പണിയുവാൻ ഒരു സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചു. അദ്ദേഹത്തിന് കിരീടം പണിയാൻ ആവശ്യമായിട്ടുള്ള സ്വർണവും നൽകി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പണിക്കാരൻ പുതിയ ഒരു സ്വർണ്ണ കിരീടം കൊണ്ടുവന്നു. നല്ല മനോഹരമായൊരു കിരീടമായിരുന്നു. പക്ഷേ ആ കിരീടം കണ്ട സമയത്ത് രാജാവിൻ്റെ ഒരു സംശയം ഇതാണ്: ഈ കിരീടം പ്യുവർ ആണോ അല്ലെങ്കിൽ ശുദ്ധമാണോ? അതായത് കൊടുത്ത സ്വർണം ഉപയോഗിച്ച് മാത്രമാണോ ഈ കിരീടം നിർമ്മിച്ചത്? വേറെ മായം വല്ലതും ചേർന്നിട്ടുണ്ടോ എന്ന് രാജാവിൻ്റെ ഒരു സംശയം. അപ്പോൾ അതിന് കണ്ടെത്താൻ വേണ്ടി, മായം ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഈ കാര്യം ആരെ ഏൽപ്പിച്ചു? ആർക്കിമിഡീസിനെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെയാണ് കഥ പോകുന്നത്. ഈ കഥ നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ കഥയുടെ രണ്ടാം ഭാഗത്ത് ആർക്കിമിഡീസ് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വർണത്തിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ ശുദ്ധത കണ്ടെത്താൻ അദ്ദേഹത്തിന് ഐഡിയ ഉണ്ടായിരുന്നു. ഐഡിയ ഇങ്ങനെയാണ്: യഥാർത്ഥ സ്വർണത്തിന്റെ ഡെൻസിറ്റി, സാന്ദ്രതയും ഈ കിരീടത്തിന്റെ ഡെൻസിറ്റി, സാന്ദ്രതയും തുല്യമാണെങ്കിൽ ആ കിരീടം പ്യുവർ ആണ്. അത് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം നേരിട്ട പ്രശ്നം ആ കിരീടത്തിന്റെ വ്യാപ്തം അഥവാ വോളിയം എങ്ങനെ കണ്ടെത്താം? നിങ്ങൾക്കറിയാം, കൊച്ചു ക്ലാസ് നമ്മൾ പഠിച്ചതാണ്, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പോൾ അദ്ദേഹം കൊടുത്ത ആ രാജാവ് കൊടുത്ത സ്വർണത്തിന്റെ മാസ് അറിയാം. സ്വർണത്തിന്റെ കട്ടയായിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന്റെ വോളിയവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, വ്യാപ്തവും കിട്ടും. അപ്പോൾ കൊടുത്ത സ്വർണത്തിന്റെ മാസും അറിയാം, വോളിയവും അറിയാം. ഇനി ആ കിട്ടിയ കിരീടത്തിന്റെ എന്ത് കണ്ടുപിടിക്കാം? മാസ് കണ്ടുപിടിക്കാം. പക്ഷെ ആർക്കിമിഡീസ് നേരിട്ട പ്രശ്നം ഇതാണ്: ആ കിട്ടിയ സ്വർണത്തിന്റെ എന്തറിയത്തില്ല? വ്യാപ്തം അറിയത്തില്ല.
വോളിയം. കിരീടത്തിന് വ്യക്തമായിട്ടൊരു ഷേപ്പില്ല. വ്യക്തമായിട്ട് ഷേപ്പില്ലാത്തൊരു വസ്തുവിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടെത്താൻ അന്ന് മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ അദ്ദേഹം ഒരു സമയത്ത് കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുന്നു. അന്ന് ബാത്ത് ടബിലാണ് ഉള്ളത്. അപ്പോൾ ബാത്ത് ടബിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ബാത്ത് ടബിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം കണ്ട കാര്യം, അദ്ദേഹം ജസ്റ്റ് ആദ്യം ഒരു കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് വാട്ടർ ലെവൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ ഇങ്ങനെ ഉയരുന്നതായിട്ട് കണ്ടു. അദ്ദേഹം 2 കാലും എടുത്ത് വെച്ച് അതിനകത്ത് ഇരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ലെവൽ കുറേ കൂടെ ഉയരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തു. അതായത് അദ്ദേഹം അതിനകത്തേക്ക് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ വെള്ളം എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് ആ കിരീടത്തിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടെത്താമെന്ന് ആർക്കിമിഡീസിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ആ ഒരു ക്യൂരിയോസിറ്റിയിൽ, ആ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് അദ്ദേഹം ആ ബാത്റൂമിൽ നിന്നും ഇറങ്ങി ഓടി എന്നുള്ളതാണ് കഥ. യുറേക്ക എന്ന് വിളിച്ച് ഇറങ്ങി ഓടി. അപ്പോൾ ഈ വാക്ക് നിങ്ങൾക്ക് കേട്ട് കാണും, യുറേക്ക. അപ്പോൾ ഈ കഥയിൽ നിന്നും അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ഇതാണ്. ആശയം ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ ഒരു ബീക്കർ എടുക്കുക, ആ ബീക്കറോ അല്ലെങ്കിൽ വലിയൊരു പാത്രമോ, ആ പാത്രം എടുക്കുക, അതിനകത്ത് നിറയെ വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം ഈ വസ്തുവിനെ, ഈ പേനയുടെ വ്യാപ്തം വോളിയമാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഈ പേന എന്ത് ചെയ്യുക, ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുറച്ച് എന്ത് ചെയ്യും, പുറത്തേക്ക് ഒഴുകും. അങ്ങനെ പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുകിയ ആ വെള്ളം എടുത്ത് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പേനയുടെ തന്നെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആർക്കിമിഡീസ് ആ കിരീടത്തിൻ്റെ അല്ലെങ്കിൽ ക്രൗണിൻ്റെ എന്ത് കണ്ടെത്തി, വ്യാപ്തം വോളിയം കണ്ടെത്തുകയും അങ്ങനെ മാസ് ബൈ വോളിയം ചെയ്ത് ഡെൻസിറ്റി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഡെൻസിറ്റി അദ്ദേഹം കമ്പയർ ചെയ്തപ്പോൾ ആ സ്വർണം പ്യുവർ അല്ല അല്ലെങ്കിൽ ആ കിരീടം പ്യുവർ അല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പോൾ നമ്മൾ ആർക്കിമിഡീസ് കണ്ടെത്തിയ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കടമെടുക്കണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പേനയുടെ വ്യാപ്തം അഥവാ വോളിയമാണ് വേണ്ടുന്നതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഈ പേന എന്ത് ചെയ്താൽ മതി, വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെക്കുക. പുറത്തേക്ക് കളയുന്ന വെള്ളം ഏതാണോ അതാണ് ഇവരുടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ക്ലിയർ ആവുന്നുണ്ടോ? ശരി, ഇത് നമുക്ക് മനസ്സിലായ കാര്യം. ഇനി ഇതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ബൊയൻസി കണ്ടെത്താം? അപ്പോൾ ആർക്കിമിഡീസ് പറഞ്ഞു, നിങ്ങൾക്ക് ബൊയൻസി കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ഈ പേനയുടെ ബൊയൻസിയാണ് കണ്ടെത്തുന്നതെങ്കിൽ ഈ പേനയെ എങ്ങോട്ടേക്ക് ഇടുക, വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തീർച്ചയായും പുറത്തേക്ക് കുറച്ച് വെള്ളം കവിഞ്ഞൊഴുകുമല്ലോ, ഓവർഫ്ലോ ചെയ്യുമല്ലോ. അങ്ങനെ പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്ത ആ വാട്ടറിൻ്റെ വെയിറ്റ് നിങ്ങൾ മെഷർ ചെയ്യുക. പുറത്തേക്ക് ഓവർഫ്ലോ ചെയ്ത ആ വാട്ടറിൻ്റെ വെയിറ്റ് നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ പേനയുടെ ബൊയൻസിക്ക് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു അപ്പാരറ്റസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നൊരു ഹെഡിങ് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അവിടെ ചെയ്തേക്കുന്നത് ഒരു ബീക്കറാണ്. ആ ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്യുമ്പോൾ ആ ഉയരുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി ചെറിയൊരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു സ്പ്രിംഗ് ബാലൻസിനകത്തൊരു കല്ല് കെട്ടി തൂക്കിയിട്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ കല്ലിൻ്റെ എയർലെ വെയിറ്റ് ആദ്യം മെഷർ ചെയ്യുന്നു. കല്ലിൻ്റെ എയർലെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്തു. ആ മെഷർ ചെയ്ത് ആ എയർലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് 20 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. എയർലെ വെയിറ്റ് 20 ന്യൂട്ടൺ. ഇതേ കല്ലിനെ നമ്മൾ ആ വെള്ളത്തിനകത്തേക്ക് ഇമേഴ്സ് ചെയ്യുന്നു, ഇറക്കി വെക്കുന്നു. അല്ലെങ്കിൽ ഇറക്കി വെക്കുമ്പോൾ അവിടുത്തെ റീഡിങ് നിങ്ങൾ നോക്കുമ്പോൾ അതൊരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. എത്ര ന്യൂട്ടനാ? 10 ന്യൂട്ടൺ. അപ്പോൾ എയറിലെ വെയിറ്റ് 20 ന്യൂട്ടൺ, ആ വാട്ടറിലെ വെയിറ്റ് എത്ര ന്യൂട്ടൺ എന്ന് വിചാരിക്കുക? 10 ന്യൂട്ടനുമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ബൊയൻസി അല്ലെങ്കിൽ പ്ലവക്ഷോഭലം നമുക്ക് കണ്ടെത്താം. 20 മൈനസ് 10, അതായത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ എത്രന്ന് കിട്ടി? 10 ന്യൂട്ടണിന് കിട്ടി. ആ ബൊയൻസി എത്രന്ന് കിട്ടി? 10 ന്യൂട്ടൺ. ഇനി നമ്മൾ ചെയ്യുന്നത് ആ അകത്തേക്ക് ഇറക്കിയ സമയത്ത് തീർച്ചയായിട്ടും വെള്ളം ചെറുതായിട്ട് പൊങ്ങുമല്ലോ. ആ ഉയരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുകും. ആ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം നമ്മൾ മറ്റൊരു ബീക്കറിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഒഴുകി ആ വെള്ളത്തെ മറ്റൊരു ബീക്കറിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. വെയിറ്റ് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ ആ പുറത്തേക്ക് കവിഞ്ഞൊഴുകിയ ഓവർഫ്ലോ ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയാൽ അത് നമുക്ക് എത്രന്ന് കിട്ടും? 10 ന്യൂട്ടണിന് കിട്ടും. എത്ര ന്യൂട്ടണിന് കിട്ടും? 10 ന്യൂട്ടൺ. അപ്പോൾ നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ അദ്ദേഹം കൊണ്ടുവന്ന പോയിന്റ് ഇതാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ബൊയൻസി ആണ് വേണ്ടുന്നതെങ്കിൽ ആ ബൊയൻസി എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്ത ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വലന്റ് ആയിരിക്കും. കവിഞ്ഞൊഴുകിയ ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ത്? ബൊയൻസി. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഒബ്ജക്റ്റിന്റെ ബൊയൻസിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ ആ ബൊയൻസി എന്ന് പറയുന്നത് അത് ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ എത്രത്തോളം ഫ്ലൂയിഡ് ഓവർഫ്ലോ ചെയ്യുന്നു അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്നോ അതിന് ഇക്വലന്റ് ആയിരിക്കും എന്ത്? ബൊയൻസി. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്.
ക്ലിയർ ആക്കുക. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. എന്താണ്? ബൊയൻസി എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ബൊയൻസി ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഓവർഫ്ലോയിഡ്. ഇനി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറയണം. അതിങ്ങനെയാണ് പറയുന്നത്: when an object is immersed partially or completely in a fluid, the buoyancy experienced will be equal to the weight of the water overflowed. അതായത് ഒരു വസ്തുവിനെ ഒരു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ മുങ്ങിയിരിക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷോഭ ബലം വസ്തു ആദേശം ചെയ്യുന്ന, പുറത്തേക്ക് കളയുന്ന ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബൊയൻസി അഥവാ പ്ലവക്ഷോഭ ബലം എന്തിനു തുല്യമാണ്? ഓവർഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിന്. ഇവിടെ വാട്ടർ ആയതുകൊണ്ടാണ് നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞത്. ബൊയൻസി എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. പ്ലവക്ഷോഭ ബലം കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് എന്തിൽ പറയുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ ആണോ? എന്തിനെ കുറിച്ചായിരുന്നു? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഇനി എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറേ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ഇനി നോക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ബൊയൻസി എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ശരി, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് രണ്ട് ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, എയും ബിയും എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ്. ഈ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും എയറിലെ വെയിറ്റ്, ആ എയറിലെ വെയിറ്റ് ആണ് നമ്മൾ ആദ്യത്തെ കോളത്തിൽ കൊടുത്തേക്കുന്നത്. എയറിലെ വെയിറ്റ് എ എന്ന് പറയുന്നത് 40 ന്യൂട്ടൺ ആണ്. എല്ലാം ന്യൂട്ടൺ ആണ്, 40 ന്യൂട്ടൺ ആണ്. ബി എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ ആണ്. ഇനി വാട്ടറിലെ വെയിറ്റ് നോക്കുക. വാട്ടറിലെ വെയിറ്റ്, എയുടെ വാട്ടറിലെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്ര ന്യൂട്ടനാ? 20 ന്യൂട്ടൺ. നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ബൊയൻസിയും കണ്ടുപിടിക്കണം, ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ബൊയൻസിയും കണ്ടുപിടിക്കണം, ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റും കണ്ടുപിടിക്കണം. ഇനി രണ്ടാമത്തിനകത്ത് പറയുന്നത് ബിയുടെ എയറിലെ വെയിറ്റ് ഉണ്ട് 30, പക്ഷേ വാട്ടറിന്റെ വെയിറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. പിന്നെ ബൊയൻസി എത്രയാണെന്ന് തന്നിട്ടില്ല. ഇത് ബി എന്ന് വെച്ചാൽ ബൊയൻസി, പ്ലവക്ഷോഭ ബലം, അത് എത്രയാണെന്ന് തന്നിട്ടില്ല. പിന്നെ തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താ? ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് എത്രയാണ്? ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് ആണ് പിന്നെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കുക. നമുക്കറിയാം ബൊയൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ബൊയൻസി ബി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. അപ്പോൾ എയറിലെ വെയിറ്റ് 40, വാട്ടറിലെ വെയിറ്റ് 20. അപ്പോൾ നമുക്ക് എഴുതാം 40 മൈനസ് 20 എത്രന്ന് കിട്ടി? 40 മൈനസ് 20 സമം 20 ന്യൂട്ടൺ. അപ്പോൾ ബൊയൻസി 20 ന്യൂട്ടൺ എന്ന് കിട്ടി. ശരിയല്ലയോ? ഈ ബൊയൻസി 20 ന്യൂട്ടൺ ആണെങ്കിൽ ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റും എത്രയായിരിക്കും? ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റും 20 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ ആണോ? അതല്ലേ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്? ബൊയൻസി എന്താണോ അത് തന്നെയാണ് ഓവർഫ്ലോ ചെയ്യുന്ന, കവിഞ്ഞൊഴുകുന്ന ജലത്തിന്റെ ഭാരം അല്ലെങ്കിൽ ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം. അപ്പോൾ ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് എത്ര കിട്ടി? 20 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ എ സോൾവ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണേ? ഓക്കെ, ഇനി നമ്മൾ ബി നോക്കാം. ബിയിലെ എയറിലെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 30. വാട്ടറിലെ വെയിറ്റ് അറിയത്തില്ല, ബൊയൻസി അറിയത്തില്ല. ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് എത്രയാണ്? 20. അപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കുക. ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് 20 ന്യൂട്ടൺ ആണെങ്കിൽ അവരുടെ ബൊയൻസി എത്രയായിരിക്കും? ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് 20 ആണെങ്കിൽ ബൊയൻസി 20 ന്യൂട്ടൺ. ശരിയല്ലയോ? അപ്പോൾ ഈ ബൊയൻസി 20 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ടറിലെ വെയിറ്റ് എത്ര? വാട്ടറിലെ വെയിറ്റ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ബൊയൻസി ബി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് വാട്ടറിലെ വെയിറ്റ് അല്ലേ? എയറിലെ വെയിറ്റ് നമുക്കറിയാം. എത്ര? 30 മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ബൊയൻസി അറിയത്തില്ല, ബൊയൻസി ഇവിടെ തന്നിട്ടുണ്ട്. ബൊയൻസി 20. നമുക്ക് വാട്ടറിലെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാട്ടറിലെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതാ ഈ വെയിറ്റ് ഇൻ വാട്ടർ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരിക. വെയിറ്റ് ഇൻ വാട്ടർ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ വെയിറ്റ് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു 30 മൈനസ് 20 എത്ര ന്യൂട്ടൺ? 10 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, 30 മൈനസ് 20 10 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ നമുക്ക് വാട്ടറിലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 10 ന്യൂട്ടൺ കിട്ടി. അപ്പം ഇതേപോലെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. നമ്മൾ പറയുന്നത് ഫ്ലോട്ടേഷനെ കുറിച്ചാണ്. ഫ്ലോട്ടേഷൻ, പ്ലവനം.
അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മുടെ അലൂമിനിയം ഫോയിൽ പേപ്പർ കണ്ടിട്ടുണ്ടോ? അലൂമിനിയം ഫോയിൽ പേപ്പർ, നമ്മുടെ ബിരിയാണിയും ചപ്പാത്തിയൊക്കെ പൊതിഞ്ഞ് വരുന്ന പേപ്പർ. ആ അലൂമിനിയം ഫോയിൽ പേപ്പർ നമ്മൾ എടുത്ത് മടക്കി ഒരു പാത്രത്തിൻ്റെ ഷേപ്പ്, ഒരു കണ്ടെയ്നറിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മടക്കി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ വെള്ളത്തിൽ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. ശരിയല്ലേ? അലൂമിനിയം ഫോയിൽ പേപ്പറിനെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ വെള്ളത്തിൽ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അതേസമയം ഈ അലൂമിനിയം ഫോയിൽ പേപ്പറിനെ നമ്മൾ ചുരുട്ടി ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കുന്നു. ചുരുട്ടി ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ, നേരത്തെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന അതേ അലൂമിനിയം ഫോയിൽ പേപ്പറിനെ അതേ അളവിനെ നമ്മളെടുത്ത് ചുരുട്ടി ഒരു ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അലൂമിനിയം ഫോയിൽ പേപ്പറിൻ്റെ ബോള് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നതായിട്ട് കാണാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഒരേ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചത്. രണ്ടും അലൂമിനിയം ഫോയിൽ പേപ്പറാണ്. രണ്ടുപേരുടെയും മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഒരേ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരുടെ മാസ് സെയിം ആണ്. പക്ഷെ അവിടെ വ്യത്യാസം വന്നത് അവരുടെ വോളിയത്തിലാണ്. ശരിയല്ലേ? ആ കണ്ടെയ്നറിന് വോളിയം എന്തായിരുന്നു? കൂടുതലായിരുന്നു. ആ പാത്രത്തിൻ്റെ വോളിയം കൂടുതലായിരുന്നു. അതേസമയം ചുരുട്ടി ഞാൻ ബോൾ ആക്കിയപ്പോൾ ആ ബോളിൻ്റെ വോളിയം വളരെ വളരെ കുറവല്ലായിരുന്നു. ശരി. അപ്പോൾ എന്തുകൊണ്ട് കണ്ടെയ്നർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ബോൾ വെള്ളത്തിൽ താഴ്ന്നു പോവുകയും ചെയ്തെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആൻസർ അവരുടെ വോളിയമാണ്. നമുക്കറിയാം, ശ്രദ്ധിക്കുക, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. അപ്പോൾ ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഡെൻസിറ്റി എന്താണ്? വളരെ കുറവാണ്. വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ഡെൻസിറ്റി കുറവാണ്, അല്ലെങ്കിൽ സാന്ദ്രത കുറവുള്ളവരല്ലേ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ടല്ലേ ജലവും മണ്ണയും തമ്മിൽ കലരാത്തത്. വാട്ടറിനെക്കാട്ടിൽ ഡെൻസിറ്റി കുറവാണ് കെറസിൻ. അപ്പോൾ കെറസിൻ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുകയും ജലം എന്ത് ചെയ്യും? താഴെയായി പോവുകയും ചെയ്യും. അത് നമുക്കറിയാം. അപ്പോൾ ഒരാൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അയാളുടെ ഡെൻസിറ്റി എന്തായിരിക്കണം? കുറവായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട അലൂമിനിയം ഫോയിലിൻ്റെ ആ കണ്ടെയ്നർ അല്ലെങ്കിൽ പാത്രത്തിന് എന്ത് കൂടുതലാണ്? വോളിയം അഥവാ വ്യാപ്തം കൂടുതലാണ്. ശരിയല്ലയോ? ഇവിടെ വോളിയം കൂടിയപ്പോൾ എന്ത് കുറഞ്ഞു? ഡെൻസിറ്റി കുറഞ്ഞു. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തു? ഫ്ലോട്ട് ചെയ്തു. ഈ ഒരു റിലേഷൻ മനസ്സിലാകാത്തവരുണ്ടോ? വോളിയം കൂട്ടിയപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞു. ശരി, നമുക്ക് മനസ്സിലാകാത്തൊരു ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ഒരു കേക്ക്. ഈ ഒരു കേക്ക് ഞാൻ 2 പേർക്ക് മുറിച്ചു കൊടുത്തു. എത്ര പേർക്കാ? 2 പേർക്ക്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാഗം കിട്ടുമല്ലോ. ശരി, ഇതേ കേക്കിനെ ഞാൻ 6 പേർക്ക് മുറിച്ചു കൊടുത്തു. എത്ര? 6 പേർക്ക്. ആൾക്കാരുടെ എണ്ണം കൂട്ടി. അപ്പോൾ ആൾക്കാരുടെ എണ്ണം 6 പേർക്ക് മുറിച്ചു കൊടുത്തപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നതിൻ്റെ പങ്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? അതായത് ഈ ഫ്രാക്ഷൻ ഭിന്നസംഖ്യയിൽ താഴെ എഴുതിയിരിക്കുന്ന ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടുന്ന പങ്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ ആണോ? അതേ ഐഡിയ ആണ് ഇവിടെയും. ഈ വോളിയം കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി, സാന്ദ്രത എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ ആണേ? മാസിൽ വ്യത്യാസമില്ല. അലുമിനിയം ഫോയിലിൻ്റെ കണ്ടെയ്നറിനും അലുമിനിയം ഫോയിലിൻ്റെ ബോളിൻ്റെയും മാസിൽ എന്തില്ല? വ്യത്യാസമില്ല. പിന്നെ എന്തിലാ വ്യത്യാസം വന്നേ? അവരുടെ വോളിയം. കണ്ടെയ്നറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പാത്രത്തിനെ സംബന്ധിച്ച് പാത്രത്തിൻ്റെ വോളിയം അഥവാ വ്യാപ്തം കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ ഡെൻസിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. അതുകൊണ്ട് അവർ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. അതേസമയം ആ ബോളിൻ്റെ കേസിൽ ബോളിന് വോളിയം കുറവായിരുന്നു. അവരുടെ ഡെൻസിറ്റി എന്ത് ചെയ്തു? അപ്പോൾ കൂടി. അതുകൊണ്ട് അവർ വെള്ളത്തിൽ എന്ത് ചെയ്തു? താഴ്ന്നു പോയി. ഓക്കെ ആണോ? ഇത് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ബേസിക്കായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഏറെക്കുറെ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തുകൊണ്ടാണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഏറെക്കുറെ ഷിപ്പിൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കൂടാതെ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, അതാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന തത്വം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. അതിൽ പറയുന്നത് ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ, വെള്ളം നല്ല ഒരു ഫ്ലൂയിഡ് ഏതെങ്കിലും ഒരു ദ്രവത്തിൽ ഒരു ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കണം. സേ ഈ ഒരു പേന എനിക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഇതാണ്: ഈ പേനയ്ക്ക് ഒരു വെയിറ്റ് ഉണ്ടാകുമല്ലോ. ഈ പേനയുടെ വെയിറ്റ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്, ആ പേനയുടെ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റും അതേപോലെ ഈ സാധനം നമ്മൾ വെള്ളത്തിലിടുമ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് വെള്ളത്തെ പുറത്തേക്ക് കളയുമല്ലോ, ഓവർഫ്ലോ ചെയ്യിക്കുമല്ലോ, കവിഞ്ഞൊഴുകുമല്ലോ. അപ്പോൾ ഈ കവിഞ്ഞൊഴുകുന്ന അല്ലെങ്കിൽ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പേന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന തത്വം. ഐഡിയ ക്ലിയർ ആക്കണം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളുമായിട്ട് കൂടിക്കുഴയ്ക്കരുത്.
നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആദ്യം പഠിച്ചത് ബൊയൻസി. ബൊയൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് മുകളിലേക്ക് നൽകുന്ന ഫോഴ്സ് ആണ് ബൊയൻസി. ആ ബൊയൻസി മെഷർ ചെയ്യാനുള്ള ഒരു ഐഡിയയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ആർക്കിമിഡീസ് തത്വത്തിൽ പറഞ്ഞത് ബൊയൻസി എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്യുന്ന, കവിഞ്ഞൊഴുകുന്ന ആ ഫ്ലൂയിഡിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവനതത്വം, ലോ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവനതത്വം അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞത് ഇതാണ്, ഒരു വസ്തു പൊങ്ങിക്കിടക്കണമെങ്കിൽ, ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റും അവർ ഡിസ്പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പുറത്തേക്ക് കളയുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. ഓക്കെ ആണോ? ഇപ്പോൾ ലോ ഓഫ് ഫ്ലോട്ടേഷനിൽ പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ, അത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, വസ്തുവിന്റെ ഭാരവും അതേപോലെ അവര് ഡിസ്പ്ലേസ് ചെയ്യുന്ന, ആദേശം ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസസ് വെയിറ്റ് ലോസ്. ഒരു കഷ്ണം കല്ലിന് ഭാരക്കുറവ് അനുഭവപ്പെടും. എപ്പോഴാ? വെൻ ഇറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ എ വാട്ടർ. വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിലോ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ, മുക്കി വെക്കുമ്പോൾ ഒരു കഷ്ണം സ്റ്റോൺ അല്ലെങ്കിൽ കല്ലിന് എന്തനുഭവപ്പെടും? ഭാരക്കുറവ് അനുഭവപ്പെടും. എന്താണ് കാരണം? എന്താണ് അതിന്റെ റീസൺ? എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസസ് വെയിറ്റ് ലോസ് വെൻ ഇറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ എ വാട്ടർ. വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലൂയിഡിലോ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ, മുക്കി വെക്കുമ്പോൾ അവിടെ എന്തനുഭവപ്പെടും? ഭാരക്കുറവ് അനുഭവപ്പെടും. എന്താണ് റീസൺ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിനും ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം. 1 മാർക്കിനാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബൊയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ വാട്ടർ. അത് ജലം നൽകുന്ന പ്ലവക്ഷോഭ ബലത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. അതുകൊണ്ട് എവിടെയെങ്കിലും വേണമെങ്കിൽ നോട്ട് ചെയ്ത് പോകണം കേട്ടോ, ലെക്ചർ നോട്ടായിട്ട് നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്ന് ചോദിച്ചാൽ 1 മാർക്കിന്റെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബൊയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ വാട്ടർ. അതായത് ജലം നൽകുന്ന പ്ലവക്ഷോഭ ബലമാണ്. 1 മാർക്കിന് അത്രയും മതി. ഇനി 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? അപ്പോൾ 2 മാർക്കിനാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബൊയൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദ വാട്ടർ. ജലം പ്രയോഗിക്കുന്ന പ്ലവക്ഷോഭ ബലമാണ് കാരണം. ഇനി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പോൾ പറയണം, ദ ഡയറക്ഷൻ ഓഫ് വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡൗൺവേർഡ്സ്, അല്ലെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് വെയിറ്റ് ആൻഡ് ബൊയൻസി ആർ ഓപ്പോസിറ്റ്. അതായത് ബൊയൻസിയുടെ ഡയറക്ഷനും ഭാരത്തിന്റെ ദിശയും പരസ്പരം വിപരീതമാണ്. അതുകൊണ്ടാണ് എന്തനുഭവപ്പെടുന്നത്? ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഡൗൺവേർഡ്സ് ബട്ട് ദ ഡയറക്ഷൻ ഓഫ് ബൊയൻസി ഈസ് അപ്വേർഡ്സ്. ബൊയൻസിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ്. ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ വെയിറ്റ്, ആ വെയിറ്റിന്റെ അല്ലെങ്കിൽ ആ ഡയറക്ഷണൽ ഡിഫറൻസ് കൊണ്ടാണ് എന്തനുഭവപ്പെടുന്നത്? ഭാരക്കുറവ് അല്ലെങ്കിൽ വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടുന്നത്, വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കെറസിനും വാട്ടറും തമ്മിൽ എന്ത് ചെയ്യത്തില്ല? മിക്സ് ചെയ്യത്തില്ല. കെറസിനും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യത്തില്ല. എന്താണ് കാരണം? എന്താണ് കാരണം കെറസിനും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല? കാരണം എന്താണ്? റീസൺ വളരെ സിമ്പിൾ ആണ്. കെറസിന്റെയും വാട്ടറിന്റെയും ഡെൻസിറ്റി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റി ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യാത്തത്? പരസ്പരം മിക്സ് ചെയ്യാത്തത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അതിനകത്ത് ഡൗട്ടൊന്നും വരേണ്ട കാര്യമില്ല. നമ്മൾ കൊച്ചുനാൾ തൊട്ട് കേൾക്കുന്നതാണ്, കെറസിനും വാട്ടറും മിക്സ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഡെൻസിറ്റി എന്താണ്? ഡിഫറൻ്റ് ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഒരു ഷിപ്പ് അയൺ ബ്ലോക്ക് വെച്ച് അല്ലെങ്കിൽ ഇരുമ്പ് വെച്ച് നിർമ്മിച്ചിട്ടുള്ള ഷിപ്പ് വാട്ടറിൽ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അതേസമയം ചെറിയൊരു കഷ്ണം ആണി എന്ത് ചെയ്യുന്നു? സിങ്ക് ചെയ്യുന്നു. നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് റീസൺ? അതിന്റെ റീസൺ നമുക്ക് 2 രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ റീസൺ നമുക്ക് 2 പോയിന്റ് ആയിട്ട് പറയാം. ഒന്ന്, ഷിപ്പ് ഫ്ലോട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷിപ്പിന്റെ വോളിയം, വ്യാപ്തം വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ എഴുതിയല്ലോ ഡെൻസിറ്റി ഇക്വേഷൻ, മാസ് ബൈ വോളിയം. ഷിപ്പിന്റെ വോളിയം അഥവാ വ്യാപ്തം വളരെ കൂടുതലാണ്. അപ്പോൾ വോളിയം കൂടുന്നതിന്റെ ഫലമായിട്ട് അവരുടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഡെൻസിറ്റി കുറയുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അത് മാത്രം എഴുതിയാൽ പോരാ, നമ്മൾ പിന്നെ ഒരു കാര്യം കൂടെ പറയണം. ഇച്ചിരി മുമ്പേ ലോ ഓഫ് ഫ്ലോട്ടേഷൻ പഠിച്ചില്ലയോ? അപ്പോൾ ഷിപ്പ് ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ ഇതാണ്, ഷിപ്പിന്റെ വെയിറ്റും ഷിപ്പ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കപ്പൽ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കപ്പലിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ വെള്ളം എന്ത് ചെയ്യും? ഓവർഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ കവിഞ്ഞൊഴുകും. അപ്പോൾ കപ്പലിന്റെ ഭാരവും ആ കവിഞ്ഞൊഴുകിയ ജലത്തിന്റെ ഭാരവും ഈക്വൽ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും? അവര് ഫ്ലോട്ട് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നത് എന്ന് വെച്ചാൽ 2 റീസൺ ആണ്, 2ഉം പറയണം. ഫസ്റ്റ് പോയിന്റ്, ഷിപ്പിന്റെ വോളിയം, ദ വോളിയം ഓഫ് ദ ഷിപ്പ് ഈസ് മച്ച് ഹയർ ദാൻ ഇറ്റ്സ് എന്താ? മാസ്. മാസിനെക്കാട്ടില് ഷിപ്പിന്റെ വോളിയം വളരെ കൂടുതലാണ്. സോ ഡെൻസിറ്റി ഓഫ് ദ ഷിപ്പ്, കപ്പലിന്റെ സാന്ദ്രത, ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ്. 2,
the weight of the ship is equal to the weight of the water displaced by it. കപ്പലിന്റെ ഭാരവും കപ്പൽ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് കാരണത്താലാണ് കപ്പൽ എന്ത് ചെയ്യുന്നത്, ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, ഫ്ലോട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ക്വസ്റ്റ്യൻ ഇതാണ്: എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്? എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്? അതിന്റെ റീസൺ ആണ് നമ്മൾ ഇച്ചിരി മുമ്പ് ഡിസ്കസ് ചെയ്തത്. എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുന്നത്? ആ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റും അവർ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റും ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യും? വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യും. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നായിരുന്നു, ചെയ്തായിരുന്നു. ലെറ്റേഴ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഹോംവർക്ക് തന്നായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്: ഒരു പീസ് ഓഫ് സ്റ്റോൺ, ഒരു സ്റ്റോണ്, അതിന്റെ എയറിലെ വെയിറ്റ്. ഹലോ, ഹോംവർക്ക് എല്ലാവരും ചെയ്തായിരുന്നോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു പീസ് സ്റ്റോൺ, ചെറിയൊരു കഷ്ണം സ്റ്റോൺ, അതിന്റെ എയറിലെ എയറിലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 120 ന്യൂട്ടൺ ആണ് അല്ലേ? എയറിലെ വെയിറ്റ് 120 ന്യൂട്ടനും ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടറിലെ വെയിറ്റ് 100 ന്യൂട്ടനുമാണ്. എയറിലെ വെയിറ്റ് 120 ന്യൂട്ടനും വാട്ടറിലെ വെയിറ്റ് 100 ന്യൂട്ടനുമാണ്. അങ്ങനെയാണെങ്കിൽ ബൊയൻസി എത്ര? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ബൊയൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചായിരുന്നു. ബൊയൻസിയുടെ ഇക്വേഷൻ ഇതാണ്: ബൊയൻസി is equal to weight in air minus weight in fluid. ഇവിടെ എയറിലെ വെയിറ്റ് തന്നിരിക്കുന്നത് 120 ന്യൂട്ടൺ ആണ്, ഫ്ലൂയിഡിലെ വെയിറ്റ് തന്നിരിക്കുന്നത് 100 ന്യൂട്ടൺ ആണ്. അപ്പോൾ ആൻസർ 120 മൈനസ് 100, 100 കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 20 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ബൊയൻസി എത്ര എന്ന് കിട്ടി? 20 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞത് ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്ലോക്ഷോബലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്. അപ്പോൾ ബൊയൻസിയെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ഫാക്ടറാണ് എന്താ? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ദ്രവത്തിന്റെ സാന്ദ്രത. 2, വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്, വസ്തുവിന്റെ വ്യാപ്തം. ഈ ഡെൻസിറ്റി ആയാലും വോളിയം ആയാലും അവർ കൂടുന്നതനുസരിച്ച് ബൊയൻസി എന്ത് ചെയ്യുന്നതായിട്ട് കണ്ടു? കൂടുന്നതായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഓക്കെ, രണ്ടാമത് പഠിച്ച കൺസെപ്റ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആയിരുന്നു. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞത് നമ്മളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡ് മുകളിലേക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അങ്ങനെ മുകളിലേക്ക് എക്സേർട്ട് ചെയ്ത ഫോഴ്സ് ആണ് ബൊയൻസി എന്നും ആ ബൊയൻസി അവർ പുറത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിൽ പറഞ്ഞത്. ഈ തിയറി ക്ലിയർ ആയിട്ട് പഠിക്കണം, അത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബൊയൻസി എന്ന് പറയുന്നത് ഓവർഫ്ലോ ചെയ്ത വാട്ടറിന്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഫ്ലോട്ടേഷനിൽ പഠിച്ചത്, പ്ലവന തത്വത്തിൽ പഠിച്ചത്. ഒബ്ജക്റ്റിന്റെ വെയിറ്റും അവർ ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിന്റെ വെയിറ്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ തുല്യമായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിൻ്റെ ഇത്രയും പഠിപ്പിച്ച ഈ കണ്ടലിൽ നിന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ലെറ്റേഴ്സിലെ 4 ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. ആ ക്വസ്റ്റ്യൻസും ഓർത്തിരിക്കുക, ചെയ്യുക.